ഇന്ന് പ്രാദേശികമായി റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ വളരെ ഗ്ലോബലായിട്ട് ഒരു പ്രാദേശിക റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ആ വാക്കില് ലോക്കൽ എന്നുള്ള വാക്കാണെങ്കിലും ലോക്കൽ റിപ്പോർട്ടർ എന്നാണ് പറയുന്നത്. എന്നാൽ ലോക്കൽ റിപ്പോർട്ടർ ആണെങ്കിൽ ആ റിപ്പോർട്ട് ഗ്ലോബലാണ്. ലോകം മുഴുവൻ ഒരു പ്രാദേശികമായിട്ട് ഉണ്ടാവുന്ന ഒരു വാർത്ത പട്ടാമ്പിയിലോ കൂറ്റനാടോ പരിസര പ്രദേശത്തോ ഉള്ള വാർത്ത നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ പടരുന്ന വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം ഓരോ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാൻ, അത് സത്യസന്ധമായി യഥാർത്ഥ വാർത്തകൾ അറിയുകയും പൗരന്മാരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യവും വളരുന്നത്. അപ്പൊ അത് കൃത്യമായി അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം, ചെറിയ ദൗത്യമല്ല, അത് ചെയ്യുന്നവരാണ് പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പ്രവർത്തനം അതിന് പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ അറിയുന്ന വൻകിട പത്ര മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചിടത്തോളം അവർ സംഘടിക്കുന്നത് പോലും അപകടമായിട്ട് കാണുന്നവരാണ് വലിയ വലിയ കോർപ്പറേറ്റ് മീഡിയകളായിട്ട് നമ്മുടെ മുമ്പിലുള്ള ആളുകൾ. കാരണം മാധ്യമങ്ങളുടെ അജണ്ട എന്തായാലും സത്യസന്ധമായി നമുക്ക് പ്രാദേശികമായി കിട്ടുന്ന വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് കിട്ടാൻ കഴിയുന്നുണ്ട്. പക്ഷെ മറ്റു വൻകിട മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അവരതൊരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷെ ഇവിടെയുള്ള ഈ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതൊരു കോർപ്പറേറ്റ് സംവിധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പലരും ഈ മാധ്യമ പ്രവർത്തനം ഒരു പാഷനായിട്ട് ഏറ്റെടുക്കുന്നതാണ്. എന്തായിരുന്നാലും ഞാൻ കൂടുതലൊന്നും കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങൾ ഇനി ഒരുപാട്, കാരണം ഈ മേഖല പെട്ടെന്ന് വളരെ വേഗത്തിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇല്ലാതെയാവുക എന്നല്ല, ഏത് AI വന്നാലും ഏത് സാങ്കേതിക വിദ്യ വന്നാലും പ്രാദേശികമായ റിപ്പോർട്ടിങ്ങിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. അതൊരു സത്യമാണ്. കാരണം മനസ്സിൽ തട്ടിയുള്ള റിപ്പോർട്ടിങ് സത്യസന്ധമായും കൃത്യമായും ഒരു ഹൃദയം തൊട്ടുള്ള റിപ്പോർട്ടിങ് നടക്കണമെങ്കിൽ അവിടെ മനുഷ്യന്റെ ഇടപെടൽ വേണം. അവിടെ മനുഷ്യൻ ചെന്ന് അനുഭവിച്ച് അറിഞ്ഞ് ആ വിവരങ്ങൾ കൊടുക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ തന്നെയാണ് അത് കിട്ടുള്ളൂ. അതൊരിക്കലും തന്നെ അസ്തമിക്കാൻ പോകുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങൾ നമ്മുടെ റിപ്പോർട്ടിങ്ങിന് വേഗത കൂട്ടുകയും രൂപങ്ങളും ഭാവങ്ങളും മാറ്റുകയും ചെയ്താലും മനുഷ്യന്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.